ഹായ് ഹലോ സ്നേഹമുള്ളവരെ, ടേസ്റ്റി എഫ്സിലേക്ക് സ്വാഗതം. ചാള അല്ലെങ്കിൽ മത്തി കോഴിക്കോടൻ ശൈലിയിൽ തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 തക്കാളി, 2 പച്ചമുളക്, 3 പീസ് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ് അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങ വറവെടുക്കാതെ പച്ച തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളിയും മല്ലിച്ചപ്പും ഇതിലേക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുക. ഈ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കട്ട് ചെയ്ത് ഇവിടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 4 മിനിറ്റ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ നമ്മുടെ ഫിഷ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇത് ചേർത്ത ശേഷം ഒരു 3 മിനിറ്റ് കൂടി നമ്മൾ വീണ്ടും തിളപ്പിക്കണം. അപ്പോൾ ഈ 3 മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 3 മിനിറ്റ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. വാവ്, അടിപൊളി. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അത് വറവെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നമ്മളൊരു 45 സെക്കൻഡ് കൂടി ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് വറവെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി നമ്മളിതിവിടെ റെഡി ആയിട്ടുണ്ട്. അതും നമ്മുടെ കറിയിലേക്ക് ചേർത്തു. ഇപ്പം നമ്മുടെ കോഴിക്കോടൻ ശൈലിയിലുള്ള തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി നിങ്ങൾ വെച്ച് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും തരിക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഇപ്പോൾ പറയുന്ന പ്രകാരമുള്ള വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് വരും. നെക്സ്റ്റ് വീഡിയോ ഞാൻ വരുന്നവരെ ടിൽ ദെൻ ലിവ് വെൽ, ലിവ് സ്ട്രോങ്. ടാറ്റാ.